ഈശയുണ്ട്, കാശുണ്ട്, മീശയുണ്ട്, വാശിയുണ്ട്. ഈ മണിയാൻ ചെട്ടിക്ക് മഹാരാജ പവറുണ്ട്. ഈ മണിയാൻ ചെട്ടിക്ക് മഹാരാജ പവറുണ്ട്. മണിയാൻ ചെട്ടിക്ക് മഹാരാജ പവറുണ്ട്. തൊലച്ചു. എന്തു പറ്റി? എല്ലാം കുഴഞ്ഞു നാശമാവും. കാര്യം പറ. അഡ്വക്കേറ്റ് കെ എസ് പിള്ളയെ കാണാൻ വേണ്ടി അമ്മ വരുന്നുണ്ടെന്ന്. വന്നോട്ടെ, അതിനെന്താ? പിള്ളയുടെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് വാങ്ങിയ 10,000 രൂപ കൊടുത്ത എല്ലാ കടകളും വീട്ടിയത്. യഥാർത്ഥ വിവരങ്ങൾ അറിഞ്ഞാൽ കൽക്കട്ടയ്ക്ക് വണ്ടി കയറ്റിയത് തന്നെ. നമ്മുടെ ഗാനമേളൊക്കെ നിന്നു പോടാ. നിന്ന് പോകാതിരിക്കാനുള്ള വഴിയാ നോക്കേണ്ടത്. ഒന്ന് ചുമ്മാ ഇരേ. താനെന്തിനാ ഈ കള്ളമൊക്കെ പറയാൻ പോയത്? ഇനി എല്ലാം തുറന്നു പറയാമല്ലോ. എന്റെ അമ്മാവന് ഭ്രാന്താണ് സർ. കുടുംബത്തിൽ പരമ്പരാഗതമായിട്ടുള്ള ഒരു അസുഖമാണ്. അമ്മാവനും അതിൽ നിന്ന് മോചനം കിട്ടിയില്ല. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ താൻ പറയുന്നത്? അമ്മാവന് അസുഖം അല്പം കുറഞ്ഞിരിക്കുന്ന സമയമായത്. പിന്നെ എന്നെ ഒരു അഡ്വക്കേറ്റായി കാണണമെന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ LLB പാസ്സായിട്ടില്ലെന്നറിഞ്ഞാൽ ഒരുപക്ഷെ ആ ഷോക്കിൽ പുള്ളിയുടെ ഭ്രാന്ത് കൂടും. അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് അമ്മാവനോട് പറഞ്ഞിരിക്കുന്നത്. അമ്മാവൻ ഇപ്പൊ വരും. സാർ അമ്മാവനൊരു ഷോക്ക് കൊടുക്കാതിരുന്നാൽ മാത്രം മതി. കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പോലും സമയമില്ലാത്ത നേരത്താ തന്റെ ഒരു... പ്ലീസ് സർ, അങ്ങനെ പറയരുത്. ഒരു ഭ്രാന്തനോട് അല്പം കൂടി ദയ കാണിക്കണം സർ. ശരി, താനൊരു കലാകാരനായി പോയില്ലേ? താങ്ക് യു സർ. അമ്മ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് സർ. വിളിച്ചോണ്ട് വരൂ. ഞാനും ആരോടും പറയരുത്. പിള്ള സാറിന് കേസിന് പറ്റിയ പോയിന്റുകൾ എടുത്തിട്ട് കൊടുക്കുന്ന നമ്മുടെ വേണമല്ലേ? അത് പിന്നെ അങ്ങനെ വരൂ. അവനെന്റെ അനന്തരമല്ലേ? അമ്മാവനെ കൊണ്ടുവരാൻ പറഞ്ഞു. എന്തിനാ പിടിക്കാതെ? ഒരു ബലത്തിന്, ബഹുമാനത്തിന്. എന്റെ കൈ വിടറാ, ഞാൻ പിടിച്ചോളാം. വിട്. രൂപയൊക്കെ കിട്ടിയില്ലേ? കൊടുത്തയച്ച രൂപ കിട്ടിയില്ലേ? ഈ ഏത് രൂപ? കൈക്കൂലി 10,000 രൂപ. 10,000 രൂപ കിട്ടി. എന്റെ അനന്തരവനായോട് പറയുന്നല്ല, ഇവൻ മിടുക്കനാ. ഫസ്റ്റ് ക്ലാസ്സിലല്ലേ പാസ്സായിരിക്കുന്നത്. രജിസ്റ്റർ നമ്പർ 2216. സാറ് നോക്കിക്കോ, ഇവന്റെ സഹായം ഉണ്ടെങ്കിൽ സാറിന് എല്ലാ കേസുകളും ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. ഇനി രൂപ വല്ലതും വേണ്ടി വരുമോ? ഒരു 5,000 രൂപ ഇവിടെ തരണം. അയ്യോ, തൽക്കാലം 2,000 രൂപ എന്റെ കയ്യിലുള്ളൂ. ബാക്കി വേണൂരെ കൊടുത്തേക്കാം. എനിക്ക് 2-3 കക്ഷികളെ കാണാനുണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. സാർ, ആ കാശ്. ഏത് കാശ്? അമ്മാവൻ തന്ന 2,000 രൂപ ദാ ഇരിക്കുന്നു. കേസില്ലെങ്കിൽ 1,000 രൂപ ഇവിടെ ഇങ്ങോട്ട് തരണം. കണ്ട പ്രാന്തന്മാരൊക്കെ ആഫീസിൽ വിളിച്ചിട്ട് വന്നിട്ട്